അച്ഛൻ്റെ അഭിമാനം. വൃത്തിയായിട്ടവനെ നീ പണിക്ക് പോയേ പറ്റൂ. നിനക്കിവിടെ ഒന്നും ചെയ്യാനില്ലാത്തോണ്ടാണ് ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. എന്തോ അച്ഛാ ഒന്നും ചെയ്യാനായിട്ടാണോ മൈക്കൽ ജാക്സൺ ഒക്കെ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുന്നത്? ഡാൻസ് ഒരു കലയാണ്. ഡാൻസ് ഒരു കലയാണ്. എടാ ഇവൻ കാണിക്കുന്ന കല, നീ കാണിക്കുന്ന കൊല. നീ ഒരു പണിക്ക് പോയേ പറ്റൂ. നിനക്കൊരു പണി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, അത് നീ ചെയ്തേ പറ്റൂ. പിന്നെ നിങ്ങൾ എന്തിനാ അച്ഛാ എന്റെ മനസ്സിങ്ങനെ വേദനിപ്പിക്കുന്നേ? എടാ എന്ത് പണിയാന്ന് നീ ആദ്യം കേക്ക്. എന്ത് പണി? PT സാർ. അത് കൊള്ളാട്ടോ, ചിറ്റപ്പന് പറ്റിയ പണിയാ. ഈ പറഞ്ഞ സ്കൂള് +2 ആണോ അല്ല 10ആണോ +2 ആണോ? 10ആണോ +2 ആണോ? +2 ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം മാനിച്ച് ഞാനൊന്ന് ശ്രമിക്കാം. കാര്യം മനസ്സിലായില്ല. +2 ചേച്ചിമാരെ വായി നോക്കാനാ. വൃത്തികെട്ടവൻ. അത് തന്നെ കാര്യം. നീ ഒന്ന് പോടി. എനിക്ക് പണ്ടേ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു PT. അതുകൊണ്ട് എല്ലാ PT പീരീഡ് ആവാൻ വേണ്ടി ഞാൻ അമ്പലത്തിൽ പൈസ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അതെന്തായാലും നന്നായി. അന്ന് നിന്റെ പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ ഇപ്പം നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. അതുകൊണ്ട് എന്റെ മക്കൾ ഇത് 2 കൈ നീട്ടി അങ്ങോട്ട് സ്വീകരിക്കണം കേട്ടോ. അതെ, ഞങ്ങളെ ആ സ്കൂളിൽ ചേർക്കാന്ന് അമ്മ പറഞ്ഞത്. അപ്പൊ ചിറ്റപ്പൻ ഞങ്ങളുടെ PT സാർ ആവൂ. മിക്കവാറും ആയ നിങ്ങളുടെയൊക്കെ ഭാഗ്യം. അച്ഛാ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇവനെ PT സാർ ആക്കുന്നത്. ഇവൻ ഈ തുള്ളി കളിക്കുന്നതാ നല്ലതെന്നാ എനിക്ക് തോന്നുന്നേ. കണ്ട എന്തോ ഒരു കുഴപ്പമില്ലേ? നീ നാറ്റിക്കോടെ. പണ്ട് നീ പഠിക്കാൻ പോയപ്പോ നിന്റെ പരാതി അയക്കാൻ വേണ്ടി ഞാൻ ഇന്ന് സ്കൂളിൽ കയറി ഇറങ്ങുമായിരുന്നു. പഠിപ്പിക്കാൻ പോകുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവൂടെ? എന്നാ അച്ഛൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട. +2 പിള്ളേരുടെ കണ്ണിലുണ്ണിയും രോമാഞ്ചമായ PT സാറായിരിക്കും സുമേഷ് കുഞ്ഞുണ്ണി. അത് കൊള്ളാം. കുഞ്ഞുണ്ണി ഒരുമാതിരി തൊട്ടിപ്പേര്. അച്ഛൻ്റെ ഒരു വല്ല ഹിന്ദി ചൂടെന്നങ്ങനായിരുന്നെങ്കിൽ സുമേഷ് ഹിന്ദി ചൂട്. ഇതൊരുമാതിരി അമൂൽ ബാബയുടെ പേര്. നീ ഇവിടെ നിന്ന് വല്ല കളിച്ചാൽ മതി, അതാണ് നിനക്ക് പറ്റിയത്. കുഞ്ഞുണ്ണി ഹിന്ദി ചൂടെന്നങ്ങനായിരുന്നു അടിപൊളിയായിരുന്നു ഇല്ലേ? സുമേഷ് ബിസ്ക്കറ്റ് എടുക്കട്ടെ അച്ഛാ, പാല് വിളിച്ചോ? പാദശ വിളിച്ചോ? കുറച്ച് സ്വത്ത് അത് തരുമോ? ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാന്ന്. നോക്ക്, ഞാൻ പ്രാക്ടീസ് ഒക്കെ ചെയ്തു. എനിക്ക് ഇങ്ങനെ ഡ്രോയിങ് പഠിപ്പിക്കാൻ വന്നിട്ടേ. ഇവന്റെ ദൈവം ഇവന്റെ ഏത് സമയത്ത് തോന്നിയെന്തോ സ്കൂൾ വാങ്ങിക്കാൻ വേണ്ടിട്ട്. വല്ല മൃഗാശുപത്രി എങ്ങനെയായിരുന്നു ഞാൻ രക്ഷപ്പെട്ട് പോയാൽ. അത് നമുക്ക് പിന്നെ പറഞ്ഞ് റെഡിയാക്കാം. ഇപ്പൊ സ്കൂൾ തുടങ്ങട്ടെ, എന്നല്ല എന്റെ കാര്യത്തൊന്നും ശരിയാവൂല്ലോ. എടി ഞാൻ വിളിച്ചിരുന്നു, എന്നിട്ട് അവ അങ്ങും പോയി വന്നിരിക്കുകയല്ലേ. ഇപ്പൊ ആഫ്രിക്കയിലായിരിക്കും. വരട്ടെ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്നാ ഞാൻ അതുവരെ പ്രാക്ടീസ് ചെയ്യാം അല്ലേ? മുറ്റത്തുനിന്നാണോ? വരുന്നു. ഒന്നൂടെ ഇങ്ങനെ കറക്ക്. കറക്ക് കറക്ക്. ഇങ്ങനെ ആക്ക്. എടാ സുമേ, ശരിക്കും നിനക്ക് ഇതുവല്ലോ അറിയോ? പിന്നെ അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആപ്പാടെ ഉറങ്ങാത്ത ഒരു പീരീഡ് PT പീരീഡാ. അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പാപ്പിച്ചാനൊന്നും വരണ്ട. നിങ്ങളെ കളി പിള്ളേരെ എന്തിനാണ് ചിറ്റപ്പ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് നമ്മളാ? ചിറ്റപ്പിന്റെ പ്രാക്ടീസിന് വേണ്ടിയാടാ. കണ്ണാ ഇങ്ങനെ ചെയ്. ഇരി മുമ്പ് ചെയ്തേ. ഒന്നുകൂടെ ചെയ്തോ? വീണ്ടും എണ്ണിച്ചോ? കല്ല് പെറുക്കണ്ട. എന്തോന്ന് ചേട്ടാ, അവൻ PT സാർ ആവാനുള്ള പരിശീലനത്തിലാ. PT സാറോ? ബാദുഷാന്റെ സ്കൂളിലെ പുതിയ PT സാർ. ബാദുഷയുടെ സ്കൂളിലെ PT സാറാ? ആരാക്കിയത് നിന്നെ? അതിനിപ്പോ ആരെങ്കിലും ആക്കണോ അവിടെ? നീ പിന്നെ തടി കയറിയായ? ചേട്ടാ ചുമ്മാ ചലിക്കാതെ പോയേട്ടാ, അതൊക്കെ അച്ഛൻ റെഡി ആയിക്കോളൂ. അച്ഛനാ? അച്ഛൻ പറഞ്ഞ ബാദുഷാനെ കേൾക്കാതിരിക്കാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. എടാ അതൊന്നും നടക്കൂല കേട്ടാ. എല്ലാ കുടുംബക്കാരെല്ലാരും കൂടെ അവിടെ ജോലി വേണമെന്ന് പറഞ്ഞാൽ അവൻ തോന്നിയാ വിചാരിക്കും. കുടുംബക്കാരെല്ലാം കൂടെ? ആര്? ഞാൻ പോകുന്നു. എന്തിന്? ഡ്രോയിങ് ടീച്ചറായിട്ട്. എന്റെ പൊന്നി ഇടത്തി അവിടെ വരയ്ക്കറിയുന്ന ഒരുപാട് പിള്ളേരുണ്ട്. നിങ്ങൾ പോയി അവരും കൂടെ തെറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. പറ്റുന്ന പഠിക്കാൻ പോകാൻ നോക്ക്. എടാ ചുമ്മാ ഇരിയടാ സുമേ. നാത്തൂനെ നീ അങ്ങനെ കുറച്ച് കാണല്ലേ? തോന്നുന്നല്ലോ അടിപൊളിയായിട്ട് ബബ്ബാലിനെ വരയ്ക്കും. ആശയാണ് ഇങ്ങനെ ഒരു ആഗ്രഹം ആദ്യം പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ആശയുടെ കാര്യം മാത്രമേ അവിടെ പോയിട്ട് ബാദുഷ എടുത്തൊക്കെ പറയാനായിട്ട് പറ്റൂ. അതിന് ചേട്ടൻ പറയണെന്ന് ആര് പറഞ്ഞ്? അത് അച്ഛൻ പറഞ്ഞോളൂ. അച്ഛനും ബാദുഷയും തമ്മിൽ എന്തോന്ന് ബന്ധം? ചേട്ടൻ കണക്കുള്ള അതേ ബന്ധം. ഓസി ബന്ധം. നീ ഇതിന് പിന്മാറിയേ പറ്റൂ. ഞാനത് ആശിച്ചു പോയതാടാ. ഞാനും കുറെ ആശിച്ചു പോയതാടാ. എനിക്ക് വേണ്ടി അവിടെ കുറെ +2 പിള്ളേർ കാത്തിരിപ്പുണ്ട്. ചിറ്റപ്പ വരണ്ട, അമ്മ വന്നാ മതി.
എടി നിന്റെ താല അഭിപ്രായം ചോദിച്ചോ? ചിറ്റപ്പൻ ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ പറയും. ആ അമ്മ മക്കളോട് പറഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. സുമേഷ് PT സാർ ആവുമെന്ന് പറഞ്ഞാൽ ആയിരിക്കും. ആഹാ അങ്ങനെയാണോ? എന്നാ നീ എന്റെ മക്കളെ വെച്ച് അങ്ങനെ PT പഠിപ്പിക്കണ്ട. വളരെ കയറിപ്പോ കയറിപ്പൊടി. എന്ത് കാണാൻ നിൽക്കുന്ന വാ. ചെല്ല് ചെല്ല്. ഓ ഓ ഓ അങ്ങനെ ചാടി ചാടി പോ. അതെ നടക്കൂ. ചാടി ചാടി പോയി. മാമൻ എന്ത് കാണും? എടി നീങ്കിലൊന്ന് പാടി. അയ്യോ എനിക്ക് പറ്റത്തില്ല, എനിക്ക് തലവേദന. ഞാൻ ഇവനെ ഡൊണേറ്റ് ചെയ്യാം. കണ്ണാ മാമന് ഇത് ചെയ്തു. മാമന്റെ കൂടെ വാ കളി. ബൈ നീ കളിക്ക്. ആ കണ്ണാ എന്റെ കുഞ്ഞ് നിക്കോടാ. നോക്ക് ചേട്ടാ ചേട്ടാ. ഞാൻ ശരിക്കും സോമനായല്ലേ. അമ്പലത്തിട്ടോ PT സാർ അവൻ. ശർക്കര പന്തലിൽ തേൻ മഴ പൊഴിയും ശംക്രവന്തി കുമാര രാജകുമാരനായി വന്നു നിൽക്കാനൊരുമോ. അതെ ഞാനൊരു കാര്യം പറഞ്ഞേട്ടാ അമ്മ ഞെട്ടും. എന്ത്? നമ്മളെ സുമേഷ് നന്നാവാൻ തീരുമാനിച്ചു, ജോലിക്ക് പോകാൻ പോണെന്ന്. ഓ അത് ശരി, അങ്ങനെ. അത് ഞാൻ ഒരു നൈസിൽ അവനെ പറഞ്ഞ് ശരിയാക്കി. സ്വന്തം മോനല്ലേ, എന്റെ സ്വാധീനം ഉപയോഗിച്ച് ഞാനൊരു ജോലി വാങ്ങിച്ചു കൊടുത്തു, തീരുമാനിച്ചു. അത് കൊള്ളാം. PT സാറായിട്ടാ എങ്ങനെയുണ്ട്? അന്തസ്സുള്ള പണിയല്ലേ? നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട്. അച്ഛൻ നല്ല പണിയാ കാണിച്ചത്. എന്ത് പണി? അച്ഛൻ ആരെടുത്ത് ചോദിച്ചിട്ട് അച്ഛാ സുമേഷിനെ PT സാറാക്കാൻ നേറ്റത്? അത് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലേ? ഞാനും ബാദുഷയും തമ്മിലുള്ള ബന്ധം അച്ഛൻ അറിയാമോ? 1-2 തവണ അവിടെ പോയിട്ടേ ഓസിന് വെള്ളം അടിച്ചെന്ന് എഴുതിയിട്ട് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പോലെ ആവൂല. എടാ ഒരേ മനസ്സുള്ളവരെ മനസ്സിലാക്കാന് 1-2 പ്രാവശ്യം കണ്ടാലും മതി. അതൊക്കെ അച്ഛൻ എന്ത് വേണം ചെയ്തോ, പക്ഷെ PT സാർ ആക്കാനെന്ന് പറഞ്ഞാൽ അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാന്ന് വിചാരിക്കണ്ട. അതിന് നിനക്കെന്താ? ഞാൻ അവിടെ ഡ്രോയിങ് ടീച്ചറായിട്ട് ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. എല്ലാരും കൂടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കിട്ടാണ്ടാവുന്നേ. ഉത്തമ, ആ ചെറുക്കൻ എത്ര നാളായിട്ട് ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കണമെന്നാ. അവൻ നന്നാവണമെന്ന് നിനക്ക് ആഗ്രഹമില്ലേടേ? അല്ല അങ്ങനെ ചോദിച്ചാ മുത്തോണ ചാഞ്ചാട്ടരുത്. അല്ല അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. എന്ത് കാര്യം? ഞാനല്ലേ ആദ്യം ചോദിച്ചത്. ഞാനല്ലേ ആദ്യം ചോദിച്ചത്. അങ്ങനെ ആദ്യം ചോദിച്ചവർക്ക് കൊടുക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരുമാതിരി കൊച്ചു പിള്ളേരെ പരിപാടിയാ. നമ്മളൊരു കാര്യം കേട്ടാ അതിന്റെ ന്യായം എന്താണെന്ന് അങ്ങ് തീരുമാനിച്ച് പറയും. എന്നാ ന്യായമുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ജോലിക്കേ പോകത്തില്ല എന്ന് പറഞ്ഞ് കമ്പൊടിച്ചിട്ടിരിക്കുന്ന അവനെ വിളിച്ച് ജോലി കൊടുക്കണോ? സ്വന്തം കാലിൽ നിൽക്കണ ഒരു വരുമാനം വേണമെന്ന് ഇത്രയും നാളായിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന എനിക്ക് ജോലി തരണോ? അത് കറക്റ്റ്. അത് കറക്റ്റ്. നീ ആദ്യം എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. അച്ഛാ ഞാൻ ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. എനിക്ക് കോൺസെൻട്രേഷൻ ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഉത്തമ, ആ സുമേഷ് ആദ്യമായിട്ടാണ് ഒരു ജോലിക്ക് പോവാന്ന് തീരുമാനിച്ചത്. ഇതെങ്ങാനും നടന്നില്ലെങ്കിൽ പിന്നെ ആജീവനാന്ത ഒരു തൊഴിൽ രഹിതനായിട്ട് അവൻ ഈ വീട്ടിനകത്ത് കുത്തിയിരിക്കും. അതും കറക്റ്റ്. സുമേഷിന് ആ ജോലി കിട്ടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അച്ഛമ്മ ഇങ്ങനെ പറയാണോ? അയ്യോ അത് അങ്ങനെ പറഞ്ഞാൽ അവനും പറയണ്ട. ഇനി മുറുക്കാനിരിക്കാൻ എന്നെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നിങ്ങൾ ഒരു പരിഹാരം ഉണ്ടാക്കണ്ട. അതെ വരച്ചോണ്ട് വരട്ടെ വൈ. സന്തോഷമായല്ലോ? സന്തോഷാവാനോ? എന്നാ പിന്നെ അമ്മ ബാക്കി പാട്ടുകൂടെ ഒന്ന് പാടണം, ഞാൻ കേക്കട്ടെ. അയ്യോ ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര നിൻ മനോരാജ്യത്ത് രാജകുമാരനായി വന്നു നിൽക്കാനൊരു മോഹം. വയസ്സുകാലത്തൊരു മോനെ. ശരി ശരി ശരി, ഇനി കൊള്ളാവുന്നടാ കൊച്ചുണ്ണി. കൊച്ചുണ്ണിയാണോ? കായംകുളം കൊച്ചുണ്ണി. ചക്കര. അയ്യോ ചക്കര.